ദ ഹണ്ട് ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് സോണി ലെവൽ പുതുതായിട്ട് വന്ന ക്രൈം പ്രൊസീജറൽ ഡ്രാമ സീരീസ് ആണ്. നാഗേഷ് കുക്കുനൂർ സംവിധാനം ചെയ്ത് അമിത് സിയാൽ, സാഹിൽ വൈദ്, ഭഗവതി പെരുമാൾ, ഷെഫീഖ് മുസ്തഫ തുടങ്ങിയവർ അഭിനയിച്ച ഈ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പദൂരിൽ വെച്ച് മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സംഭവം, അതിന്റെ പിന്നിൽ ആരാണെന്ന് എങ്ങനെ മനസ്സിലാക്കി, അവരിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്ങനെ എത്തി എന്നുള്ളതിന്റെ ഒരു ക്രൈം പ്രൊസീജറൽ ഡ്രാമയാണ് ഈ സീരീസ്. ഇതൊരു ഡോക്യുമെന്ററി ഒന്നുമല്ല കേട്ടോ. ഈ സംഭവത്തെ ആസ്പദമാക്കി സ്ക്രിപ്റ്റഡ് ആക്കി, സിനിമാറ്റിക് എന്ന രീതിയിൽ സ്ക്രിപ്റ്റഡ് ആക്കി ഒരുക്കിയ ഒരു സീരീസ് തന്നെയാണ്. 2007 മേജർ രവി മിഷൻ 90 ഡേയ്സ് എന്ന മമ്മൂട്ടി നായകനാക്കിയ ഒരു പടം ഇതേ സംഭവം ബേസ് ചെയ്ത് ഒരുക്കിയിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി സിനിമാറ്റിക് ആയിരുന്നു. നായകൻ, ഭാര്യ, പാട്ട്, അങ്ങനെ. പക്ഷെ ഇതങ്ങനെയല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അനിരുദ്ധ മിത്ര എഴുതിയ 90 ഡേയ്സ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് ഒരുക്കിയിട്ടുള്ളത്. ഒരു വെൽ മെയ്ഡ് സീരീസ് ആണിത്. 90 ദിവസത്തെ സംഭവങ്ങളാണ് കാണിക്കുന്നതെങ്കിലും അത് ഒരുപാട് വലിച്ചു നീട്ടാതെ വളരെ എൻഗേജിംഗ് ആയിട്ടാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. നല്ല ത്രില്ലിംഗുമാണ്. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണെങ്കിലും ഹിന്ദി ആൾക്കാർ ഹിന്ദിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. തമിഴ് ക്യാരക്ടേഴ്സ് എല്ലാം തമിഴ്, ശ്രീലങ്കൻ തമിഴ് വേറെ. ഭാഷകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഹിന്ദി സിനിമയിലൊക്കെ ആയിരുന്നെങ്കിൽ തമിഴ്നാട്ടിലുള്ളവരും ഹിന്ദി ആയിരിക്കും സംസാരിക്കുക, തമിഴ് പടത്തിലാണെങ്കിൽ ഡൽഹിയിൽ ഇരിക്കുന്നവരും തമിഴായിരിക്കും സംസാരിക്കുക. അങ്ങനെ ഭാഷയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇതിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ക്രൈം ചെയ്തവര്, പിടിക്കപ്പെട്ടവരൊക്കെ ആണെങ്കിലും എത്ര കൂളായിട്ടാണ്, യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ ഇവർ പെരുമാറുന്നത് എന്നത് അത് നല്ല ഗഡുവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഥയോടും കഥാപാത്രങ്ങളോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട് എന്നുള്ളതും ഇതിന്റെ പോസിറ്റീവാണ്. എല്ലാ ക്യാരക്ടേഴ്സും ജീവിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ടീം ലീഡർ കാർത്തി ആയിട്ട് വന്ന അമിത് സിയാൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു. എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമിത് എന്ന കഥാപാത്രമായിട്ട് വന്ന സാഹിൽ വൈദിന്റേതാണ്. പുള്ളി പലയിടത്തും നമ്മൾ പ്രേക്ഷകർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമോ, എങ്ങനെ റിയാക്ട് ചെയ്യുമോ അതുപോലെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഡയലോഗ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത് പറയേണ്ടത് രഘുത്തമൻ എന്ന കഥാപാത്രമായിട്ട് വന്ന ഭഗവതി പെരുമാൾ ആസ് യൂഷ്വൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ രവീന്ദ്രനായിട്ട് വന്ന വിദ്യുത് ഗാർഗി നല്ല പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ കഥയിലെ ഏറ്റവും ഭീകരനായ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശിവരസൻ എന്ന കഥാപാത്രമായിട്ട് മലയാളി കൂടിയായ ഷെഫീഖ് മുസ്തഫ എന്ന നടനാണ് വന്നിട്ടുള്ളത്. ഗംഭീര പെർഫോമൻസ് ആണ്. ഇനി അങ്ങോട്ട് പുള്ളി വളരെ ശ്രദ്ധേയനാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാള സിനിമയിലും നിരവധി അവസരങ്ങൾ പുള്ളിയെ തേടിയെത്തുമെന്ന് ഞാൻ കരുതുന്നു. ഈ സീരീസ് കണ്ടു കഴിഞ്ഞ് നമ്മൾ ആ കഥാപാത്രത്തെ മറക്കുകയല്ല, അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രോങ് ആണ് ഇതിലെ 3 സ്ത്രീ കഥാപാത്രങ്ങൾ. ആദ്യം എടുത്തു പറയേണ്ടത് ശുഭയായിട്ട് വന്ന ഗൗരി പത്മകുമാർ എന്ന നടിയുടേതാണ്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരി മലയാളിയാണ്, ഒരു ഡാൻസർ ആണ്, നല്ല ഭാവിയുള്ള ഒരു അഭിനേത്രിയാണ്. പിന്നെ കൂട്ടത്തിലെ ഏറ്റവും കുപ്രസിദ്ധ ക്യാരക്ടർ നളിനിയായിട്ട് വന്ന അഞ്ജന ബാലാജിയും നല്ല മികച്ച പ്രകടനമായിരുന്നു. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ശ്രുതി ജയനും ധന എന്നൊരു ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലും അന്വേഷിപ്പും കണ്ടെത്തലും ഒക്കെയുള്ള വിഷ്ണു ജി വാര്യർ, പിന്നെ നമ്മുടെ പഴയ നിഷാൻ, സായി ദിനേശ്, ഗിരീഷ് ശർമ്മ, അങ്ങനെ വലിയൊരു താരനിര തന്നെയുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. കാസ്റ്റിംഗ് പക്കായാണ്. അഭിനയിച്ച പലർക്കും ഈ റിയൽ ആൾക്കാരുടെ മുഖഛായ ഉണ്ടായിരുന്നു എന്നുള്ളത് നൈസായിരുന്നു. ടെക്നിക്കലി മികച്ച ഒരു സീരീസ് തന്നെയാണിത്. സംഗ്രാം ഗിരിയുടെ ക്യാമറ, ഫറൂഖ് ഹുണ്ടേക്കറിന്റെ എഡിറ്റിംഗ്, പിന്നെ തപസ് റിലിയുടെ ഒരു സിഗ്നേച്ചർ സ്കോർ ഉണ്ട്, അത് നൈസായിരുന്നു. 90കൾ കാണിക്കുന്ന അപ്പോഴത്തെ വാഹനങ്ങൾ, കെട്ടിടം, മറ്റ് സാധന സാമഗ്രികൾ, കോസ്റ്റ്യൂംസ്, അങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈനും ഡീസന്റ് ആണ്. നെഗറ്റീവ്സ് പറഞ്ഞാൽ സംഭവം എൻഗേജിംഗ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഫാസ്റ്റ് പേസിലാക്കി ഈ 7 എപ്പിസോഡ് എന്നുള്ളത് കുറച്ചുകൂടി ചുരുക്കി ഒരു 5 മാക്സിമം 6 എപ്പിസോഡ് കൊണ്ട് തീർക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതിലെ തമിഴൊക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ചിലയിടങ്ങളിൽ ഡയലോഗ് ഡെലിവറി ഒക്കെ ഹിന്ദിക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് തമിഴ് പറയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ കുറെ തമിഴ് കഥാപാത്രങ്ങൾ ഇത്രയും സ്പഷ്ടമായി ഹിന്ദി സംസാരിക്കുന്നതും അത്ര കൺവിൻസിംഗ് അല്ല എന്ന് തോന്നി. പിന്നെ ഈ LTT തീവ്രവാദികളെയൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ സാധാരണ മണിരത്നം പടങ്ങളുടെ റെഫറൻസ് എടുത്ത് ആ രീതിയിൽ തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശരിക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് സ്ലോ പേസ്ഡ് ആണ്. മിസ്റ്ററി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം, എങ്ങനെയാണ് നടന്നു എന്നൊക്കെ അറിയാം. അപ്പൊ ചിലർക്ക് ഇത് കുറച്ച് ബോറടിച്ചേക്കാം. ആകമൊത്തം ടോട്ടലിൽ ഒരു മികച്ച ക്രൈം പ്രൊസീജറൽ ഡ്രാമ സീരീസ് ആണ് ദ ഹണ്ട്. ചരിത്രം അന്വേഷിക്കുന്നവർക്ക്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, റിയൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന, അവർ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ്. മറ്റേ മിഷൻ 90 ഡേയ്സിന്റെ പരാജയത്തിനുള്ള ഒരു പ്രധാന കാരണം അതിന്റെ ക്ലൈമാക്സ് ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒറിജിനൽ നടന്ന സംഭവം ഇങ്ങനെ തന്നെയാണല്ലോ, അതപ്പോ അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് കാര്യം. ഞാൻ ആ പടം കണ്ടിട്ടില്ല, എനിക്ക് കാണാനും തോന്നിയിട്ടില്ല. പക്ഷെ ഇത് കുറച്ചുകൂടി നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. സോ മിസ് ചെയ്യേണ്ട. ഹിന്ദിയും തമിഴും ഇംഗ്ലീഷും മിക്സഡ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. പക്ഷെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ അങ്ങനെ ഡബിംഗ് വെർഷനുകളും അവൈലബിൾ ആണ്. 18+ ഒന്നുമല്ല, 40 മുതൽ 48 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 7 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയല്ല.